തുടങ്ങി മക്കളെ. ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു അങ്കമാലിക്കാരിയാണല്ലോ ഇത് റെഡിയാക്കണത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കേരളീയർ ബീഫ് ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ഭൂരിഭാഗം വീടുകളിലും ഞായറാഴ്ച പള്ളിയിൽ പോയി പള്ളി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ബീഫും കപ്പയൊക്കെ മേടിച്ച് പിന്നെ അതും ഒരു പിടുത്തായിരിക്കും. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകി റെഡിയാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇത് ഏകദേശം ഒരു 1.5 കിലോ ബീഫാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. എനിക്കെല്ലാം ഇങ്ങനെ ചതച്ചിടുന്നതാണ് കേട്ടോ ഇഷ്ടം, ഗ്രൈൻഡ് ചെയ്യണേക്കാളും. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റും ഇതെല്ലാം എനിക്ക് അങ്ങനെ തോന്നാറ്. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളകും പെരുംജീരകവും പൊടിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത മസാലയും ഇതെല്ലാം ഇറച്ചിയിലോട്ട് നന്നായിട്ട് പിടിച്ച് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ അടച്ച് ഒരു 8 വിസിൽ അത് മതിയാവും. ഇറച്ചിയൊക്കെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് എന്നോർത്ത് കപ്പയുടെ കൂടെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിരിക്കുകയും വേണം. അടുത്തത് നമ്മുടെ കപ്പ നല്ല കപ്പയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് വേവുന്ന ഒരു കപ്പയായിട്ടാണ് തോന്നണത്. ഇത് നന്നാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കപ്പയാണെങ്കിൽ ഏകദേശമൊക്കെ നമുക്കൊരു മനസ്സിലാകും. ചില കപ്പകൾക്ക് കയ്പൊക്കെ ഉണ്ടാകും. കയ്പുണ്ടെന്ന് തോന്നിയാൽ നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റുമ്പോൾ തന്നെ കുറച്ച് കയ്പൊക്കെ മാറും. തിളപ്പിച്ച് എന്തായാലും ഊറ്റണം. അപ്പോൾ കപ്പ റെഡിയായി. നമ്മൾ ഇനി സവാള കുറച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ചെറിയൊരു ഗ്രേവി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടി ഒരു 2-3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി അത് കുറച്ചൊന്ന് വേവണം. അതിലേക്ക് ഗരം മസാലയാണ് ഞാൻ ചേർക്കാറ്. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന UCP മസാല അത് തീർന്നു പോയതുകൊണ്ട് ഗരം മസാല ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു. അത്യാവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക, ഒരുപാട് വേണ്ട. അപ്പോൾ നമുക്ക് യഥാർത്ഥ ബീഫിൻ്റെയും കപ്പയുടെയൊക്കെ ടേസ്റ്റ് കിട്ടത്തില്ല. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മതി. നേരത്തെ നമ്മൾ കുരുമുളകും പെരുംജീരകവും ചേർത്ത മിക്സ് ചേർത്തതാണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി. ഒരുപാട് എരിവ് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എരിവ് കുറച്ച് എടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് മുളക് പൊടി, കുറച്ച് പെരുംജീരകം, കുരുമുളക് പൊടിച്ചത് പിന്നെയും കുറച്ചും കൂടി ഇടും. ഓക്കെ. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറും പെരുംജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ബീഫ് വെന്തു, കപ്പയും ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കപ്പ വെന്തോന്ന് നോക്കാം. അപ്പോൾ കപ്പയുടെ വേവ് ഏകദേശം ഈ ഒരു പരുവത്തിനാണ് നമ്മൾ എടുക്കാറ്. ഒരുപാട് ഉടഞ്ഞ് പായസം പോലെയാണത് ഇഷ്ടമില്ല. അപ്പോൾ ഈ ഒരു വേവിൽ നമ്മളെടുത്ത് നല്ല കപ്പ. അപ്പോൾ അത് നമ്മൾ ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലെ വെള്ളം ഒട്ടും എടുക്കാൻ പാടില്ല. കാരണം ഈ വെള്ളത്തിലാണ് ഈ കപ്പയിലുള്ള കയ്പും അതിലെ മറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തിളപ്പിച്ച് ഊറ്റി വെള്ളത്തിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ കളഞ്ഞ് അതിൻ്റെ കട്ടൊക്കെ മാറ്റിയിട്ടാണ് കപ്പ നമ്മൾ ബീഫിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ബീഫ് നന്നായിട്ട് ആ മസാലയോട് മിക്സ് ആയി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ കപ്പ ഇട്ട് കൊടുത്തു. ഓക്കെ. ഇനി ഈ കപ്പ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ. ആ മിക്സിങ്ങിൽ കാര്യമുണ്ട്. കാരണം എല്ലാ മസാലയും ഉപ്പും നെയ്യും എല്ലാം കപ്പയോട് ചേർന്ന് അത് യോജിക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ. നല്ല സ്മെല്ലാണ് മക്കളെ. അപ്പോൾ സ്മെല്ല് കേൾക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റും എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടിലുണ്ടാക്കുക. കപ്പയും ഇറച്ചിയൊന്നും കടകളിൽ തീർന്നിട്ടില്ല. വാങ്ങിക്കാത്തവർ ഓടിപ്പോയി വാങ്ങിക്കുക, ഉണ്ടാക്കുക, ഹസ്ബൻഡുമാർക്കൊക്കെ കൊടുക്കുക. എന്നിട്ട് അവരെ സോപ്പിട്ട് സാരിയോ സ്വർണ്ണമൊക്കെ മേടിപ്പിക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നൊരു കഴിക്കലുണ്ട്. ഇതാണ് ഇഷ്ടപ്പെട്ട സാധനം, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ നമ്മൾ കഴിക്കുമ്പോണ്ടാകുന്ന ഒരു വൈബ് എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയണം. അതനുഭവിച്ച് തന്നെ അറിയാം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്കൊരു ഉപകാരപ്പെടട്ടെ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്സ് ചെയ്യാനും മറക്കല്ലേ, പിശുക്ക് കാണിക്കല്ലേ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഓരോ വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലൊന്നും അത്ര എക്സ്പേർട്ട് അല്ലെന്നറിയാം. തെറ്റുകളൊക്കെ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്